ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അയോഗ്യരായ ഞങ്ങളെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നിർത്തിയതിന് ദൈവമാതാവിന് നന്ദി പറയുന്നു. എൻ്റെ പേര് ഷൈനി, ഇതെൻ്റെ സഹോദരൻ്റെ ഭാര്യ ഡൈനി. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 3/9/2022 ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എന്നോട് ഉടമ്പടിയെക്കുറിച്ച് പറഞ്ഞത് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപികയായിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് ഞാൻ ആദ്യം കേട്ടിരുന്നത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മാതാവിൻ്റെ മുമ്പിൽ എഴുതി സമർപ്പിക്കുന്ന ഒരു പള്ളി, അത്ര മാത്രമേ എനിക്ക് അറിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വളരെയധികം ആഗ്രഹിച്ചിരുന്നു എനിക്കും ഈ പള്ളിയിലൊന്ന് വന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ സാധിക്കുമോ എന്ന്. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ ആ ഭാഗത്തു നിന്നൊരു വാഹന സൗകര്യം ഉണ്ടാവുകയും എനിക്കിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കുകയും ചെയ്തത്. ഇങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുന്ന ആ സമയത്തായിരുന്നു എൻ്റെ സഹോദരൻ്റെ വീട് പണിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനകളൊക്കെ നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടിയിലും അവരുടെ ഭവനം പണി പൂർത്തിയാകുന്നതിനെക്കുറിച്ചുള്ളൊരു നിയോഗം ഞാൻ വെച്ചിരുന്നു. അവരും ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി വസ്തുക്കളൊക്കെ അവർ തറയിൽ ഇട്ട് പ്രാർത്ഥിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുകയും ഒക്കെ ചെയ്തു വന്നിരുന്നു. അങ്ങനെ 1.5 വർഷം കൊണ്ട് അവർക്ക് നല്ലൊരു ഭവനം നൽകി അമ്മ മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ 5 വർഷമായിട്ട് എനിക്ക് ശക്തമായ മൈഗ്രെയിൻ തലവേദന ഉണ്ടായിരുന്നു. എനിക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാലോ ഒരു രാത്രി കുറച്ച് വൈകി ഉറങ്ങിയാലോ ഒക്കെ എനിക്ക് ഭയങ്കരമായിട്ട് തലവേദനയും ഛർദിയും ഒക്കെ ഉണ്ടാകുമായിരുന്നു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ എനിക്ക് ഒരു കുഴപ്പവുമില്ല. കോഴിക്കോട് നിന്ന് ഞങ്ങൾ ഇന്നലെ വന്നിട്ട് ഇപ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിച്ചത്. എനിക്ക് എത്ര നേരം വേണേലും ഭക്ഷണം കഴിക്കാതിരിക്കുന്നതിനോ ഉറങ്ങുന്നതിനോ ഒരു കുഴപ്പവുമില്ല. എല്ലാം എനിക്ക് അമ്മ മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹമാണ്. 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് ഒരു അതിഭയങ്കരമായ പ്രകൃതി ദുരന്തത്തിൽ നിന്ന് ഞങ്ങളെ മാതാവ് കാത്തു സംരക്ഷിക്കുകയുണ്ടായി. നമുക്കെല്ലാവർക്കും അറിയാം, ചൂരൽമല ഉരുൾപൊട്ടലിൻ്റെ സമയത്ത് അന്ന് രാത്രിയിലായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിന്നിരുന്ന ഒരു വലിയ മരം, തേക്ക്, കാർ ഷെഡിൻ്റെ മുകളിലേക്ക് മറിഞ്ഞു വീഴുകയും പക്ഷേ വാഹനത്തിനോ കെട്ടിടത്തിനോ യാതൊരു പോറൽ പോലും ഏൽക്കാതെ അമ്മ മാതാവ് എടുത്തു വെച്ചതുപോലെയായിരുന്നു ആ വലിയ മരം ഞങ്ങളുടെ മുറ്റത്ത് കിടന്നത്. അന്ന് തന്നെ കരണ്ടൊക്കെ പോയി. ഞങ്ങൾ രാത്രി കയറി ഉറങ്ങാൻ വീണ്ടും കിടന്നു. അപ്പോൾ എനിക്ക് ശക്തമായ ഒരു പ്രേരണ ഇങ്ങനെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നു, നീ എഴുന്നേറ്റ് മുറിയിലേക്കൊന്ന് നോക്കൂ ഇങ്ങനെ ശക്തമായ തോന്നൽ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ടോർച്ചടിച്ച് നോക്കുമ്പോൾ ഒരു പാമ്പ് ഞങ്ങൾ കിടക്കുന്ന റൂമിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. തക്ക സമയത്ത് അമ്മയാണ് അത് ഞങ്ങളെ കാണിച്ചു തന്നതെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഞങ്ങളുടെ വീട് ഒരു താഴ്ന്ന പ്രദേശത്തായതിനാൽ ഞാൻ എപ്പോഴും വെഞ്ചരിച്ച ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. വെള്ളത്തിൻ്റെയും പ്രകൃതി ദുരന്തത്തിൻ്റെയും ഒന്നും ശല്യം ഉണ്ടാവില്ലേ എന്ന്. ഉടമ്പടി നേർച്ച വസ്തുവായ ഉപ്പ് ഞാൻ എൻ്റെ വീടിൻ്റെ ചുറ്റുമിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അമ്മയുടെ ശക്തമായ സംരക്ഷണത്താലാണ് ഞങ്ങൾ അന്ന് രക്ഷപ്പെട്ടതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഞാനൊരു അധ്യാപികയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ കുട്ടികളെ ഉപജില്ലാതല മത്സരങ്ങൾക്ക് കൊണ്ടുപോകുമ്പോൾ, ശാസ്ത്ര കലാ കായിക മത്സരങ്ങൾക്കെല്ലാം കൊണ്ടുപോകുമ്പോൾ ഞാൻ അമ്മയുടെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഉപയോഗിക്കുകയും അമ്മയുടെ കാശുരൂപം, ഉടമ്പടി കാശുരൂപം വെച്ച് കുട്ടികളെ പ്രാർത്ഥിച്ചിട്ട് വിടുകയും ചെയ്യുമായിരുന്നു. എല്ലാ കുട്ടികൾക്കും ഉന്നതമായ വിജയം നൽകി അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചു. അതോടൊപ്പം ആ കുഞ്ഞു മക്കളുടെ വിശ്വാസവും വർദ്ധിക്കാൻ സഹായിച്ചു. ഇത്രയൊക്കെയാണ് എനിക്ക് അമ്മ തന്ന അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത പ്രവർത്തനങ്ങളും, ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ മെഡിക്കൽ കോളേജിലാണ്, ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഒരു 35 കിലോമീറ്ററോളം ദൂരമാണ്. അവിടെ പോയി അവിടെ നിന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി ഓരോ പത്രവും ഇത് കിട്ടുന്നയാൾക്ക് ഇവരുടെ വീട്ടിലേക്ക് സന്തോഷവും സമാധാനവും നൽകുന്ന അമ്മയും അമ്മയുടെ തിരുക്കുമാരനും കടന്നു ചെല്ലണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഞാൻ ഓരോരുത്തരോടും പത്രം വേണോ എന്ന് ചോദിക്കും. വേണ്ട എന്നോ എന്തെങ്കിലും എതിരോ പറയുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കാറില്ല പത്രം. സ്നേഹത്തോടെ അവരോട് ഞാൻ പറയും, നിങ്ങൾ ഒരു ദിവസം ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കും, അപ്പോൾ നിങ്ങൾ വാങ്ങിയാൽ മതി എന്ന് ഞാൻ പറയും. അടുത്തയാളെ വെയിറ്റ് ചെയ്ത് അവിടെ സമയം ചെലവഴിച്ച് ഞാൻ പത്രം കൊടുത്തിട്ടാണ് തിരിച്ചു പോരുക. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എല്ലാ ദിവസവും കേൾക്കുകയും സ്റ്റാറ്റസ് ഇടുകയും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്.
എല്ലാ ആഴ്ചത്തെയും ഉടമ്പടി ധ്യാനം ഞാൻ അതാത് ദിവസങ്ങളിൽ തന്നെ കണ്ടു തീർക്കുകയും സ്റ്റാറ്റസ് ഇടുകയും ഷെയർ ചെയ്യുകയും ചെയ്യാറുണ്ട്. സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാ ദിവസവും 3 എണ്ണമെങ്കിലും ചുരുങ്ങിയത് എല്ലാ ദിവസവും ഞാൻ കേൾക്കാറുണ്ട്. അതുപോലെ കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് ഞങ്ങളുടെ വീടിനടുത്തുള്ള അനാഥാലയങ്ങളിൽ എന്നാൽ കഴിയുന്ന സഹായം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. വയോജനങ്ങളെ നോക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി അമ്മമാരെ കുളിപ്പിക്കുന്നതിനും അവരോട് സംസാരിക്കുന്നതിനും ഒക്കെ സമയം കണ്ടെത്താറുണ്ട്. പിന്നെ ഞങ്ങളുടെ കുട്ടികളുടെ പിറന്നാളോ അതുപോലെയുള്ള വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഞങ്ങൾ വീട്ടിലൊന്നും ഉണ്ടാക്കാറില്ല. കേക്കും മധുരപലഹാരങ്ങളും ഒക്കെ ഞാൻ ബുദ്ധിമാന്യമുള്ള കുട്ടികളെ നോക്കുന്ന ഒരു സ്ഥാപനത്തിലേക്ക് ആ കുട്ടികൾക്കാണ് കൊണ്ടു കൊടുക്കാറുള്ളത്. ഇത്രയുമൊക്കെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നതോടൊപ്പം എൻ്റെ സഹോദരിക്ക് ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ കൊടുക്കുന്നു. എൻ്റെ പേര് ഡൈനി. ഞങ്ങൾ കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരി രൂപതയിൽ നിന്ന് വരുന്നു. ഞാൻ 2022 ഫെബ്രുവരി 28 ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വീട് പണിക്ക് മുന്നോടിയായി എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങൾ മാർച്ച് 3 ഞങ്ങളുടെ വീടിൻ്റെ പണി ആരംഭിച്ചു. മാതാവിൻ്റെ നേർച്ച വസ്തുക്കളായ ഉപ്പും തൈലവും ഞങ്ങൾ ആ വീട് പണിയുടെ സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ തറയിൽ ഉപയോഗിക്കുമായിരുന്നു. എല്ലാ ദിവസവും ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം നേർച്ച വസ്തുക്കളുമായി പോയി ഇവിടുത്തെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ തറ മുതൽ അതിൻ്റെ വാർപ്പ് പണി എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങൾ മാതാവിൻ്റെ കാശുരൂപം വെക്കുമായിരുന്നു. ഞങ്ങൾ ഓരോ പണി കഴിയുമ്പോഴും മുന്നോട്ട് എങ്ങനെ പോകുമെന്നറിയാൻ മേലാത്ത അവസ്ഥകളിൽ ഒത്തിരി ആളുകൾ ഞങ്ങളെ സാമ്പത്തികമായി സഹായിക്കുകയും ഞങ്ങളുടെ ഈ പണിയിൽ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു വ്യക്തി ഞങ്ങൾ എങ്ങനെ ഈ പണി മുന്നോട്ട് കൊണ്ടുപോകണം, ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ, ചെറിയ ഓരോ പണികളും മുന്നോട്ട് കൊണ്ടുപോകാൻ, അതിന് ഞങ്ങളെ സഹായിക്കാൻ ഒരു വ്യക്തി നിരന്തരം ഞങ്ങളുടെ കൂടെ നിന്നു. അത് പരിശുദ്ധ അമ്മ തന്നെ ഞങ്ങൾക്ക് ഏർപ്പാടാക്കി തന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹത്താൽ 1.5 വർഷം കൊണ്ട് വളരെ മനോഹരമായി എല്ലാ പണികളും തീർത്ത് ഞങ്ങളുടെ സുന്ദരമായ ഭവനത്തിൽ ഞങ്ങൾക്ക് കയറി താമസിക്കുവാൻ സാധിച്ചു. എല്ലാവരും ഈ വീട് കണ്ടിട്ട് പറയുന്നത് കൃപാസനം മാതാവിൻ്റെ സമ്മാനമാണ് ഈ വീട് എന്നാണ്. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി.